ലാലേട്ടൻ, മമ്മൂക്ക, മഹേഷ് നാരായൺ ഇവരൊരുമിക്കുകയാണ് പാട്രിയറ്റ്. ഈ ഒരു മൂവി ശരിക്കും മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും ഒരേപോലെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നാണ്. അതേപോലെ ഇന്ന് കാത്തിരുന്ന് രാവിലെ സിനിമ കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുകയാണ്. പടത്തിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരിക്കലും ഒരു 2020 ആയിരുന്നില്ല അല്ലേ. മഹേഷ് നാരായൺ പടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പടത്തിലേക്ക് ലാലേട്ടനും മമ്മൂക്കയും വരുമായിരുന്നു, അല്ലാണ്ട് ലാലേട്ടനും മമ്മൂക്കനെ വെച്ചിട്ടൊരു പടം ചെയ്യല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസ് മേക്കിംഗ് ഈ പടത്തിനുണ്ട്. പിന്നെ മമ്മൂക്ക തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 15 വർഷം കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേക്കിങ്ങിൽ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ പറ്റും. പല ഷോട്ടുകളും പല ആക്ഷൻ സീനുകളും ഒക്കെ ഒരു രക്ഷയില്ല. അത് പ്രത്യേകിച്ച് ആ കാറിലൊക്കെ പോകുന്ന സീനൊക്കെ എക്സലന്റ് എന്ന് വെച്ചാൽ എക്സലന്റ്. നമുക്ക് ശരിക്കും ഒരു മലയാള സിനിമ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയല്ലോ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ തോന്നുന്ന ലെവലിലേക്ക് ആ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ മമ്മൂക്കിന്റെ കഥാപാത്രം ത്രൂ ഔട്ട് മമ്മൂക്ക തന്നെയാണ് അതിൽ നായകൻ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുഞ്ചാക്കോവനാണ് നായകൻ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശയ്ക്ക്. പക്ഷെ മമ്മൂക്ക തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീൻ. എന്നാൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ലാലേട്ടന്റെ കഥാപാത്രം കിടിലൻ കഥാപാത്രമാണ്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഫഹദിന്റെ കഥാപാത്രം അടിപൊളി കഥാപാത്രമാണ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫഹദിൽ നിന്ന് എന്താണോ ആ സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. കുഞ്ചാക്കോവിന്റെ കഥാപാത്രമാണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു ക്ലാസ് പടമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന പടം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2020 എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനത്തെ ഒരു മൂവി അല്ല ഇത്, ഒരു ക്ലാസ് പടമാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായി തോന്നി. ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തോന്നി. സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ ഈ 1-2 ആക്ഷൻ സീനുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്, അതിഗംഭീരമായിരുന്നു. തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്.